ഹലോ കൂട്ടുകാരെ, സോൾ മെർജിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ലൈവിൽ 1-2 ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അതേപോലെ തന്നെ കമൻ്റായിട്ടും 1-2 സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ, അതായത് ഡീറ്റെയിൽ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി സോൾ മെർജിങ്ങിനെ കുറിച്ച് അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. എന്നാൽ ഇത് സോൾ മെർജിങ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് ഒരു സിമ്പിൾ ലാംഗ്വേജിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോൾ മെർജിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയൊരു സോൾ വന്നിട്ട് നമ്മളിലേക്ക് മേർജ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാട്ട് വന്നിട്ട് നമ്മളിലേക്ക് മേർജ് ആവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനിവിടെ തിരിച്ചൊരു ചോദ്യം എനിക്കുള്ളത്, നമ്മളൊരു സോളല്ലേ, നമ്മളും നമ്മളുടെ കൗണ്ടർ പാർട്ട് ഒരു സോളാണല്ലേ. ഒരു സോൾ ആയതുകൊണ്ടാണല്ലോ ഈ എനർജറ്റിക്കൽ ഇത്രയും പുൾ ആൻഡ് പുഷ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ 2 സോൾസ് ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മളുടെ ഒരു അസെൻഷൻ ജേർണിയിലുള്ള കാര്യങ്ങൾ അതിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അത് നമ്മുടെ ഒരു പാർട്ട്, അതായത് സോളിൻ്റെ പാർട്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ സോൾ ഒന്നാണ്. സോളിലുള്ള എനർജറ്റിക് വൈബ്രേഷൻ്റെ കൂടുതലും കുറവും ആ 2 ബോഡീസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട് ഒരു ഫെമിനൈൻ എനർജിയാണ്, മസ്കുലൈൻ എനർജിയാണ് എന്നൊക്കെ അല്ലേ. ഒരു ബോഡിയിലുള്ള അതേ സോളിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ എനർജറ്റിക്കലി ഫെമിനൈൻ എനർജിയുടെ ഗുണങ്ങൾ കൂടുതലായിരിക്കും. അതേസമയം മറ്റേ ബോഡിയിലുള്ള അതേ സോളിന് മസ്കുലൈൻ എനർജിയുടെ ഗുണങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ സോൾ മെർജിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹീലാവുമ്പം ആ ഒരു ബോഡിയിലുള്ള സോൾ വന്ന് നമ്മളിലേക്ക് മേർജ് ആവുമെന്നല്ല. നമ്മളിൽ കുറവുള്ള ഗുണങ്ങൾ, നമ്മളുടെ സോളിൻ്റെ തന്നെ എനർജറ്റിക് പാർട്ടിക്കിൾസ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻഡായിട്ട്, അതുകൊണ്ടാണ് ഡിവൈനുമായിട്ട് അലൈൻ ആവണമെന്ന് പറയുന്നത്. യൂണിവേഴ്സുമായിട്ട് അലൈനായിട്ട് അതിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ ഇമോഷണലി നമുക്കൊക്കെ അറിയാം, ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരിക്കുമ്പോൾ ഓവർ ഗിവിങ് ആയിരിക്കും, ഇമോഷണലി ഇംബാലൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ സോളിലുള്ള ഫെമിനൈൻ എനർജീനെ ഡിവൈൻ എനർജിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ. അതായത് അസെൻഷൻ ജേർണിയിൽ നമ്മൾ ഹീലാവുമ്പോൾ, നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ, നമ്മുടെ ട്രോമാസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഇന്നർ ചൈൽഡ് വൂൺസിനെ ഫേസ് ചെയ്യുമ്പോൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ, നമ്മുടെ തോട്ട് പാറ്റേണെ മാറ്റുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ഫെമിനൈൻ എനർജി എവിടെയാണോ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഇരുന്നത് അതിനെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അടുത്ത നമ്മുടെ ടാസ്ക് വന്നിട്ട് നമ്മുടെ ഉള്ളിലെ മസ്കുലൈൻ എനർജി, ഓൾറെഡി ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. അതായത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീസ് നമ്മളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ആ ഒരു മസ്കുലൈൻ എനർജിയിൽ ഉള്ള കുറവുകൾ, അതായത് മേ ബി നമ്മൾ വർക്കിംഗ് അല്ലായിരിക്കാം, മേ ബി നമ്മൾ ഒരു ഏൺ ചെയ്യുന്നില്ലായിരിക്കാം, ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷണലി നമ്മൾ ഇനി ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം, ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ഇതൊക്കെയാണ് മസ്കുലൈൻ എനർജിയുടെ ട്രൈറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ കുറവാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു സോൾ പർപ്പസ് ചെയ്യുന്നതിലൂടെ നമ്മൾ, അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് ചെയ്യുന്നതിലൂടെ ഒരു ഏർണിംഗ് വരുമ്പോൾ, നമ്മൾക്ക് പല കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോൾ, കാർമിക് ക്ലിയറൻസുകൾ ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെയും ഡിവൈൻ്റെ ഹെൽപ്പോടെ, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സിൻ്റെ ഹെൽപ്പോടെ നമ്മൾ യൂണിവേഴ്സിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഒരു കുറവുള്ള എനർജീസിനെ നമ്മളിൽ ബാലൻസ് ചെയ്തു നമ്മളെ കംപ്ലീറ്റ്നെസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ ഫെമിനൈൻ ആൻഡ് ഇന്നർ മസ്കുലൈൻ എനർജീനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ സോളിൽ നമ്മൾ കുഞ്ഞിലോട്ട് അല്ലെങ്കിൽ ജന്മങ്ങളായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ ഒരു മിസ്സിങ് എനർജീനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണ്. നമ്മളിൽ കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു അവെയർനെസ്സിലേക്ക് വരികയാണ്. ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ഉയരുമ്പോൾ, എക്സ്പാൻഡ് ആകുമ്പോൾ, നമ്മുടെ ആ ഒരു ലൈറ്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോകത്തിലേക്ക്, ദാറ്റ് മീൻസ് ഒരു സോൾ പർപ്പസ്, അത് എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സോൾ മെർജിങ് ചെയ്തുകൊണ്ട് ഓരോ തലങ്ങളിലും സോൾ മെർജിങ് ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഇനിയൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ 7 ചക്ര എങ്ങനെയാണ് മേർജ് ആവുന്നത് എന്നാണ്. ഇതും സോൾ മെർജിങ്ങിൻ്റെ ഭാഗമാണ്. 7 തലങ്ങളിലെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്കൊക്കെ അറിയാം,
നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ചക്രാസും നമ്മളുടെ ചക്രാസും ലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് ആണെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഫെമിനൈൻ എനർജി എനർജറ്റിക്കലി വർക്ക് ചെയ്യുമ്പം എനർജറ്റിക്കൽ ഷിഫ്റ്റ് മസ്കുലൈൻ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചക്രാസിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫിയേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലൈൻ എനർജീസിലും ഫിയർ കുറയുന്നതായിട്ട്, ഇൻസെക്യൂരിറ്റീസ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, അങ്ങനത്തെ ട്രോമാസ് അല്ലെങ്കിൽ ബ്ലോക്സ് കിടപ്പുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് അവേ നമുക്ക് നമ്മുടെ മസ്കുലൈൻ എനർജി നമുക്ക് ട്രിഗർ ചെയ്ത് കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതേപോലെയാണ് ഓരോ ചക്രാസും. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ തേർഡ് ഐ ചക്രയിൽ ഒരു മെർജിങ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ചക്ര താഴത്തെ 3 ചക്രാസിൻ്റെയും മേളിലത്തെ 3 ചക്രാസിൻ്റെയും ബ്രിഡ്ജാണ്. അതേപോലെ തന്നെ ഹാർട്ട് ചക്രയിൽ നമ്മൾ ആ ഒരു ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അൺകണ്ടീഷണൽ ലവിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ നമ്മൾ കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ ത്രൂ റേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ നടക്കും. അതായത് നമ്മൾ സേക്രൽ ചക്ര വരെ വരും, പിന്നെയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഇംബാലൻസസ്, ട്രോമാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ആ കുണ്ടലിനി അവേക്കനിങ് അവിടെ വരെ നിന്ന് പോകും. പിന്നെ അടുത്ത ലെവലിലേക്ക് നമ്മൾ ആ ഇഷ്യൂസിനെ, പാറ്റേൺസിനെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലെവലായ സോളാർ പ്ലെക്സിസിലേക്ക് വരും. പിന്നെയും കുറച്ച് നാൾ അവിടെ മേ ബി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ അതിനെ സർഫേസിൽ കൊണ്ടുവന്ന് ഫേസ് ചെയ്ത് റിലീസ് ചെയ്യുന്നിടം വരെ ആ ഒരു പ്രോസസ്സ് അവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ തലങ്ങളിലായിട്ട് നമ്മുടെ 7 ചക്രാസിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി സോൾ മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, മസ്കുലൈൻ എനർജി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ഐസൊലേഷൻ നടക്കുന്നത്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ നടക്കുന്നതെന്നൊക്കെ. മസ്കുലൈൻ എനർജിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിക്ക് കിട്ടുന്ന ഒരു സോൾ ഷോക്കിലൂടെ ആ സോളിൻ്റെ എനർജറ്റിക്കൽ ആക്ടിവേഷൻ, ആ ഒരു ആക്ടിവേഷൻ സ്റ്റാർട്ട് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം, അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസുകളൊക്കെയും സിമിലറായിട്ട് നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് മേർജ് ആവുന്ന പോലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രീംസ് വരുന്നുണ്ട്, അപ്പിയറൻസ് ഒത്തിരി മാറി ഞാൻ എൻ്റെ കൗണ്ടർ പാർട്ടിനെ പോലെ ആയി, അല്ലെങ്കിൽ എൻ്റെ കൗണ്ടർ പാർട്ട് എന്നെ പോലെ കാണാൻ സിമിലാരിറ്റീസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ 2 ബോഡിയിലാണെന്നേ ഉള്ളൂ. അതൊരു മിത്താണ് ആക്ച്വലി. നിങ്ങൾ ഒന്നാണ്. ആ ഒരു ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അതൊന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 7 ചക്ര വൈസൊക്കെയും മേർജിങ് നടക്കുമ്പോൾ അതാത് ചക്രാസിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ആ ഒരു എനർജീസ്, അപ്പോൾ ആ ഫിസിക്കലായിട്ടുള്ള മേർജിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബോഡിയിലുള്ള സിമിലാരിറ്റീസ് നിങ്ങളിലേക്ക് DNA ലെവലിൽ മേർജിങ് നടക്കുന്നുണ്ട്, ഇമോഷണൽ ലെവലിൽ മേർജിങ് നടക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഒരു ദേഷ്യം വരാൻ പൊട്ടിത്തെറിക്കും നമ്മൾ, എന്തിനാണെന്ന് പോലും അറിയാതെ. അതൊരു 5, 10, 15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. 15 മിനിറ്റ്സ് ഒരു ഹാർട്ട് ചക്രയിൽ ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ വരും, അല്ലെങ്കിൽ ഒരു പൾപ്പിറ്റേഷൻ തോന്നും, ശ്വാസം എടുക്കാൻ പറ്റാത്തത്രയും പെട്ടെന്ന് അത് പോവുകയും ചെയ്യും. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ആ ഒരു എനർജീസിനെ പിക്ക് ചെയ്ത് അതിനെയും നിങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ് എന്നാണ്. ഇവിടെ ഇതൊക്കെ നിങ്ങളുടെ മേർജിങ് ആണ് നടക്കുന്നത്. അപ്പം അത് നാച്ചുറലാണ് നിങ്ങൾക്ക് ഫിസിക്കൽ സിമിലാരിറ്റീസ് കാണുന്നത്, ഇമോഷണൽ വേയിൽ ഒരു സിമിലാരിറ്റീസ് കാണുന്നത്, എനർജറ്റിക്കലി ഒരു പല കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പല സിമിലാരിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ പല ഡിഫറൻസസും ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെയും അതൊക്കെ വളരെ നാച്ചുറലാണ് ഈ ജേർണിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, അപ്പം മസ്കുലൈൻ എനർജിയുടെ സോൾ മേർജിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഓഫ് കോഴ്സ് ഇവിടെ എനർജറ്റിക്കലി വർക്ക് ചെയ്യുന്നത് ഫെമിനൈൻ എനർജി ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ മേർജ് ചെയ്തുകൊണ്ട് വരുമ്പം അവരിലൊരു ഫെമിനൈൻ എനർജി, അതായത് അവരുടെ എക്സ്റ്റേണൽ ഫെമിനൈൻ എനർജി, അതായത് നമ്മൾ എക്സ്റ്റേണലി എപ്പോഴും ആലോചിക്കുമ്പോൾ, നമ്മളൊന്ന് കോൾ ചെയ്യുമ്പം, മെസ്സേജ് അയക്കുമ്പോൾ ഒരു ലാക്കിൻ്റെ എനർജി നമ്മൾ യൂണിവേഴ്സിലേക്ക് സെൻഡ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു എനർജീനെ അവർ മിസ് ചെയ്യും. അപ്പോഴാണ് അവരുടെ ഉള്ളിലെ
ഇന്നർ ഫെമിനൈനെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് അധികം നിങ്ങളങ്ങോട്ട് എനർജി കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ ഫെമിനൈനെ എങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത്? അവരുടെ ഉള്ളിലെ ഇന്നർ ഫെമിനൈൻ എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ വശമാണ്. അവരൊരിക്കലും നോക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത, വളരെ റിജിഡായിട്ട് അതിനെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു വശം. നിങ്ങൾ എന്നാണോ നിങ്ങൾ ആ കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരുന്നത്, അതായത് നമ്മൾ ഫെമിനൈൻ എനർജി ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ വരുന്നത്, അന്ന് അവർക്കത് ദേ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അതിലേക്ക് അവർക്ക് വന്നേ പറ്റത്തുള്ളൂ. അവർക്ക് ആ ഇമോഷണൽ വശത്തെ അവർക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെയാണ് ശരിക്കും അവരുടെ അവേക്കനിങ്ങിൻ്റെ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയാം നമുക്ക്. കാരണം ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അതിനു മുമ്പും പല ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മസ്കുലൈൻ എനർജി ഗോ ത്രൂ ആവുന്നുണ്ട്. അതായത് നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് പാരലലി ആണ് ഈ ജേർണിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എനർജറ്റിക് ഒരു ഷിഫ്റ്റ് അവരിൽ വരണമെങ്കിൽ ഫെമിനൈൻ എനർജി അത്രത്തോളം എനർജറ്റിക്കലി ബാലൻസ് ആയിട്ട് അവരുടെ സോളിലുള്ള ആ ഒരു എനർജിയുടെ ലാക്ക്, അവർ ഫീൽ ആവുന്ന ലാക്ക്, അല്ലെങ്കിൽ ആ ഒരു നീഡിനെസ്സിൻ്റെ എനർജി അവർ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റായിട്ട് ഹീൽ ചെയ്തുകൊണ്ട് അവർ ആ കംപ്ലീറ്റ്നെസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സോൾ മേർജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. യെസ്, ഇത് 5Dയിൽ എന്നാണോ നമ്മൾ മേർജ് ആവുന്നത്, ദാറ്റ് മീൻസ് എനർജറ്റിക്കലി എന്നാണോ ഫെമിനൈൻ എനർജി ഞങ്ങൾ ഒന്നാണ്, അതായത് ഒന്ന് തന്നെയാണ് എന്ന് വിചാരിച്ച് ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്യുന്ന ദിവസമാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന മസ്കുലൈൻ എനർജിയുടെ ലൈഫിൽ പലതരത്തിലുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വന്നു കഴിഞ്ഞിട്ടാണ് 3Dയിൽ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് 5Dയിൽ നമ്മൾ ഫീൽ ആവുന്ന ഒരു യൂണിയൻ്റെ എനർജീനെ 3Dയിലേക്ക് മസ്കുലൈൻ എനർജിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയാണ് എനിക്ക് സോൾ മേർജിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ മൺഡേ തൊട്ട് റേക്കിയുടെ ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.